ഈ സ്മാർട്ട് ഷീറ്റ് another പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. നമ്മളിതിനു മുമ്പ് ക്ലിക്കപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിക്കപ്പ് നിങ്ങൾക്കറിയാമോ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പരിചിതമായ ഒരു സെറ്റപ്പാണ് ഈ സ്മാർട്ട് ഷീറ്റിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റും മറ്റേ ഗാൻ ചാർട്ടും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നിട്ടാണ്? എക്സൽ ഷീറ്റിലാണ്. ഒന്നും അറിയത്തില്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഈ എക്സൽ ഷീറ്റിനെ നമുക്കതുകൊണ്ട് എക്സൽ ഷീറ്റ് കുറേ പരിചയമാണ്. പക്ഷേ നമുക്കപ്പോഴും അറിയാം എക്സൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരുപാട് പരിമിതികളുണ്ട്. അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട് ഇതുണ്ടാക്കാൻ, കുറേ ടൈം കൺസ്യൂമിങ് ആണ് ഇതുണ്ടാക്കി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ ഈ സ്മാർട്ട് ഷീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് എക്സൽ ഷീറ്റ് പോലെയാണ്. ഒരു ക്ലൗഡ് എക്സൽ ഷീറ്റാണ് ഇതിനകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് എക്സ്ട്രാ കേപ്പബിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിപ്പം ഓൾറെഡി നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ട്രയൽ അക്കൗണ്ടാണ്. 27 days ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പം സെറ്റിങ്സ് പ്ലാൻ ആൻഡ് ബില്ലിംഗ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീ ഉണ്ട്. ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കും 2 sheets ഫോർ ട്രാക്കിംഗ് ടാസ്ക്, പ്രോജക്റ്റ്, 2 editors, അങ്ങനെ ബാക്കി 500 MB അറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നോർമൽ യൂസിന് കൊള്ളാം. പിന്നീട് പ്രോ ബിസിനസ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് പോകും. നമുക്ക് ജസ്റ്റ് ഇൻ്റർഫേസിലേക്ക് പോകാം. സോ ഇൻ്റർഫേസിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും. അത് ഈ ഹോം പേജ്. പിന്നീട് നോട്ടിഫിക്കേഷൻ, ഇനി കൈൻഡ് ഓഫ് കൊളാബറേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ വരും. പിന്നീട് നമ്മുടെ ഫോൾഡർ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഫോൾഡർ എന്ന് പറയുന്നത്. സോ ഇതിലെ ഷീറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് വരാൻ പോകുന്നത്. മെയിൻലി എക്സൽ ഷീറ്റ് ഓർ എനിത്തിങ് വരാൻ പോകുന്നത്. വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഈ വർക്ക് സ്പേസ് നമുക്ക് ആരെങ്കിലുമായിട്ടും കൊളാബറേറ്റീവ് വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്പേസ് ആരെങ്കിലുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ ഷീറ്റ്സ് നമുക്ക് ഇവിടെ തിരക്കാം. ഇപ്പോൾ ഓരോ ഷീറ്റും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഷീറ്റ്സ്, ഡാഷ്ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് സ്പേസ് ഉള്ളത്. പിന്നീട് റീസെൻസ്, ഫേവറേറ്റ്സിൽ വരും. വർക്ക് ആപ്സിലോട്ട് ഞാൻ വരാം. ഇതെന്ന് പറയുന്നത് ഒരു നോ കോഡ് ആപ്പ് പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രീ വേർഷനിൽ ഇതിനകത്തില്ല. എൻ്റർപ്രൈസസ് പ്ലാനിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ആപ്സ്. ഇത് റീസെൻ്റ് എഡീഷനാണ്. പിന്നീട് സൊല്യൂഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ആസ് യൂഷ്വൽ എല്ലാ ടെംപ്ലേറ്റ്സും നമുക്കിവിടെ ലഭ്യമാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബ്ലാങ്ക് ഷീറ്റിൽ പോയിട്ട് നമുക്കൊന്ന് എന്താണ് പരിപാടി എന്ന് നോക്കാം. സോ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്രിഡ്, ടാസ്ക് ലിസ്റ്റ്, പ്രോജക്റ്റ്, കാർഡ്സ്, ബ്രൗസ്, ടെംപ്ലേറ്റ് ബ്രൗസ് ചെയ്യാം. പിന്നെ എക്സൽ ഷീറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ, ഈവൻ ട്രെല്ലോയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. റിപ്പോർട്ട് ആൻഡ് ഡാഷ്ബോർഡ് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും. നോർമൽ ഗ്രിഡ് എന്ന് പറയുന്നതാണ് നോർമൽ എക്സൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോർമലി ഒരു ഗ്രിഡ് ക്ലിക്ക് ചെയ്താൽ ന്യൂ ഷീറ്റ്, ടെസ്റ്റ് ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഷീറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ലുക്സ് ലൈക്ക് എൻ എക്സൽ ഷീറ്റ്. ഇതാണ് ഫസ്റ്റ് കോളം. ഈ കോളത്തിലാണെങ്കിൽ നമ്മുടെ റോ ലെവലിലുള്ള കമൻസും അറ്റാച്ച്മെൻറ്റ്സും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ബട്ടൺസ് ബാർ എന്ന് നമുക്ക് പറയാം. അതാണ് ഇതിനകത്ത് ഈ സൈഡിലുള്ളത്. ബട്ട് പ്രൈമറി കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കോളം പിന്നെ ഗ്രിഡ് വ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമലി ഉള്ള സംഭവങ്ങളൊക്കെയാണ്. ഫിൽറ്റർ, ഇൻറ്റൻറ്റും ഇൻറ്റൻറ്റ്, ഫോണ്ടിൻ്റെ സെറ്റപ്പുകൾ, ഫോണ്ടെല്ലാം ചേഞ്ച് ചെയ്യാൻ, ബോൾഡ്, ഇറ്റാലിക്സ്, ഡ്രാഫ്റ്റ് ടെസ്റ്റ് അങ്ങനത്തെ എല്ലാം നോർമലി നമ്മൾ എക്സൽ ഷീറ്റിൽ കാണുന്നത്. പിന്നെ ലിങ്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഡിഫറെൻ്റ് എന്നല്ല, കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് വേറൊരു ഷീറ്റിൽ നിന്നുള്ള സെല്ല് വേണമെങ്കിൽ ഇവിടെ ലിങ്ക് ചെയ്യാം. ഇവിടെ അതൊരു റീഡ് ഓൺലി ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ അവിടെ ചെന്ന് ചേഞ്ച് ചെയ്താലും ഈ ഇവിടെയുള്ള വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇമേജ്, സോ നോർമലി ഉള്ള ഒരു എക്സൽ ഷീറ്റിൻ്റെ എല്ലാ സാധനങ്ങളും, ഈവൻ നമുക്ക് ഫോർമുലാസ് വരെ ഇതിനകത്ത്. ഫോർമുലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീലൊക്കെ സമ്മി പോലെയുള്ള നോർമൽ ഫോർമുലാസ്, കൗണ്ട് ഒക്കെ എക്സലിനകത്തുള്ള ഓൾമോസ്റ്റ് ഓൾ കാര്യങ്ങളും വർക്കാവും. എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും. എക്സൽ എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ്. അതെന്ന് പറയുന്ന ഒരു ജനറൽ പർപ്പസ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഓറിയൻറ്റേഷനോട് കൂടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഇതിനകത്ത് കൂടുതലും എന്താ പറയുന്നത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഈ ഡേറ്റ് ബേസ്ഡും ഇയർ ബേസ്ഡും നെറ്റ് ഡേയ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിനകത്തുണ്ട്. ഓക്കെ, സോ റൗണ്ട് ഓഫും എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. വീലൊക്കെ ബിക്കോസ് ഫിനാൻഷ്യൽ സൈഡ് ആണെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ടെംപ്ലേറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോജക്റ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇതുണ്ട്. സീറ്റ് പ്രോജക്റ്റ്, ലോഞ്ച് പ്ലാൻ, ഞാനത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തോന്നുന്നു. നമുക്കിത് എഡിറ്റ് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്ത് മാത്രമല്ല അറ്റാച്ച്മെൻറ്റ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടി ബട്ടൺസ് ഉണ്ട്. അതായത് റൈറ്റ് സൈഡിൽ ഈ റോ ലെവലിൽ നമുക്ക് ആളുകളെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കോൺവെർസേഷൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോ ലെവലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡൗട്ട്, ഐ ഹാവ് എ ഡൗട്ട് ഇൻ
ദിസ്. സോ അറ്റ് ദ റേറ്റ് ഇട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം ഈ ഷീറ്റ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷീറ്റ് ലെവലിലാണെങ്കിൽ കോൺവെർസേഷൻ വേണമെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. സി ദിസ് കോൺവെർസേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കോൺവെർസേഷൻ റോ ലെവലിലും ഷീറ്റ് ലെവലിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം കോൺവെർസേഷൻ. പിന്നീടുള്ളത് പ്രൂഫ് എന്ന് പറയുന്നത്. പ്രൂഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ന്യൂ ആണ്. അതായത് നമ്മളൊരു ഫയല്, അതായത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നൊരു PDF ഫയലോ ഇമേജോ അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പം അത് തമ്മിൽ ഡിസ്കസ് ചെയ്ത് പ്രൂഫ് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു പ്രൂഫ് മെത്തേഡ് ഉപയോഗിക്കാം. നമ്മൾ ക്രിയേറ്റ് പ്രൂഫിലോട്ട് ഫയൽ ലിങ്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കമൻറ്റ് ചെയ്യാം, അപ്രൂവ് ചെയ്യാം. സോ അതൊരു ഫീച്ചറാണ്. പിന്നെ അറ്റാച്ച് ചെയ്തിടാം. ഇത് ഓൾറെഡി ഈ റോയിലേക്കുള്ള ഫയൽസ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തിടാം. ബിക്കോസ് ഞാനൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഡൗട്ട് ഉണ്ട്, അത് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതി ചെയ്യാം. ബ്രാൻഡ് ഫോൾഡർ ഇവരുടെ തന്നെ മറ്റൊരു ഫീച്ചറാണ്. അതായത് നമ്മുടെ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് നമുക്ക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് മറ്റുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. പിന്നീട് അപ്ഡേറ്റ് റിക്വസ്റ്റ്. സോ നേരത്തെ ഞാൻ പറഞ്ഞു കൊളാബറേഷൻ വഴി നമുക്ക് അയച്ചു കൊടുക്കാൻ എന്താണെന്നുള്ളത്. അതിനൊക്കെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിവിടെ റിക്വസ്റ്റ് അപ്രോച്ച് ചെയ്യാം. ഈ റോസിൽ ഇന്ന ചേഞ്ച് വേണം, അങ്ങനെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം, ആ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ആളുകൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. പിന്നെ പബ്ലിഷ് ആക്ടിവിറ്റി ലോഗ്, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ ആൾക്കാർ നമ്മുടെ ഫയൽസ് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ആരാണ് എന്താണ് ക്രിയേറ്റ് ചെയ്തത്, എന്താണ് ചേഞ്ചസ് വരുത്തിയെന്ന് അറിയാൻ പറ്റും. പിന്നീട് സമ്മറി ഷീറ്റാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സമ്മറി ഉണ്ടാക്കുക. അത് ഞാൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം ആ റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നിടത്ത്. റിസോഴ്സ് മാനേജ്മെൻറ്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് എല്ലാ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആപ്പുകളിലും കാണുന്നൊരിതാണ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മുടെ റിസോഴ്സിനെ മാന്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് ഇനിഷ്യലി ഇത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ പിന്നെ അത് ആ ഒരു ഫീച്ചറും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വർക്ക് അവേഴ്സും ആളുകൾ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എത്ര ടൈമൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി മോസ്റ്റ്ലി അതാണ് ഒരു എക്സൽ ഷീറ്റ് വിത്ത് പ്രൊജക്റ്റ് കേപ്പബിലിറ്റീസ് എന്നുള്ള രീതിയിൽ. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറയുന്നത്, ഇനിയിപ്പം നമ്മൾ വർക്ക് സ്പേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതും ഒരു ഫോൾഡർ പോലുള്ള ഒരു സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഇതിനുള്ളിൽ നമുക്ക് ഫോൾഡറും മൾട്ടിപ്പിൾ ഷീറ്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതായത് ന്യൂ വർക്ക് സ്പേസ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ്, ടെസ്റ്റ്. സോ ഐ ക്യാൻ ഷെയർ ദ വർക്ക് സ്പേസ്, ഓർ അതിനുള്ളിലാണെങ്കിൽ എനിക്ക് ഷീറ്റ്സ് എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ക്രിയേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഈ അജൈൽ പ്രൊജക്റ്റിൻ്റെ ഈ ഷീറ്റ് എനിക്ക് ടെസ്റ്റ് വർക്ക് സ്പേസിലേക്ക് ഇടണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അടുത്ത കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചോ, അതിൻ്റെ ഒരു റിപ്പോർട്ട് ജനറേഷൻ, ദാറ്റ് ഈസ് അനദർ തിങ്. സോ ഒരു ബാങ്ക് റിപ്പോർട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ഷീറ്റ്സിൽ നിന്ന് നമുക്ക് ഡേറ്റ പുള്ളി ചെയ്ത് ഒരു റിപ്പോർട്ട് പോലെ കാണിക്കാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡേറ്റ ഉണ്ടെങ്കിലേ അത് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ കാണുന്നില്ലേ ഷീറ്റ്സ്, ടെസ്റ്റ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡേറ്റ പുള്ളി ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രോജക്റ്റ് ലോഞ്ച് പ്ലാനിൽ നിന്ന് ടെസ്റ്റിൽ ഈ രണ്ടിടത്തു നിന്നുള്ള ഷീറ്റ്സിൻ്റെ ഡേറ്റ മൊത്തം നമുക്ക് ഇതിലേക്ക് പുള്ളി ചെയ്തിട്ട് എന്ത് വെച്ചിട്ടാണ് നമുക്കതിനെ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്കതിനെ റിപ്പോർട്ട് കാണിക്കണം, എൻഡ് ഡേറ്റിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണോ, ഏതാണോ നമുക്ക് കാണിക്കേണ്ട അലൊക്കേഷനാണോ, അത് മാത്രം എല്ലാം കൂടെ ഒരു സിംഗിൾ പേജിൽ കിട്ടും. ഇതുപോലെ എന്തെങ്കിലും കണ്ടീഷൻസ് ആഡ് ചെയ്യുക, ഇത് സെലക്ട് ഫീൽഡ് ചെയ്തിട്ട് ഇപ്പോൾ അലൊക്കേഷൻ കംപ്ലീറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 10% അപ്ലൈ. അപ്പോൾ അത് മാത്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. അത് ഏതാണ് മൾട്ടിപ്പിൾ പേജസിനെ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ റിപ്പോർട്ട് പോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് മറ്റൊരു വളരെ നല്ലൊരു ആസ്പെക്റ്റാണ് ഈ മോണിറ്റർ ചെയ്യാനുള്ള. ഒന്ന് റിപ്പോർട്ട് ജനറേഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഡേറ്റാസ് വെച്ചിട്ട് റിപ്പോർട്ട്. രണ്ടാമതെന്ന് വെച്ചാൽ ഡാഷ്ബോർഡ്. നമ്മളിന്ന് ഡെയിലി വന്നിട്ട് രാവിലെ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കീ മെട്രിക്സ് മാത്രം കാണുന്ന ഒരു ഡാഷ്ബോർഡ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ മാനേജേഴ്സ്. ഇപ്പോൾ ഇവിടെ ഡാഷ്ബോർഡും ക്രിയേറ്റ് ചെയ്യാം. ഡാഷ്ബോർഡ്സിലാണെങ്കിൽ നമുക്ക് വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർട്ട് ആഡ് ചെയ്യാം, ഷോർട്ട് കട്ട്, ഇപ്പം നേരത്തെ വന്ന റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ആഡ് ചെയ്യാം. അങ്ങനെ ഉള്ള ഇതിപ്പം ഞാനൊരു ടൈറ്റിൽ ആഡ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ചാർട്ട്. ഇതുപോലെ ചാർട്ട് നമുക്ക് ആഡ് ചെയ്യാം. ചാർട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് ഡേറ്റയാണ് വേണ്ടത്, കുറേ ഷീറ്റ്സുകളുണ്ട്, ഏത് ഷീറ്റിൽ നിന്ന് എവിടുത്തെ ഡേറ്റയാണ്, എങ്ങനത്തെ ഡേറ്റയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്, ആ ഡേറ്റ നമുക്ക് പുൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൾ ദ ഷീറ്റ്സ് അവൈലബിൾ ആയിട്ട് ഇവിടെ വരും. അതിന് ഏതാണോ നമുക്ക് വേണ്ടത് അത് പുൾ ചെയ്ത് അവരെ കാണിക്കും. നമുക്കിവിടെ ഐ ഡോണ്ട് തിങ്ക് പ്രൊജക്റ്റ് ലോഞ്ച് പ്ലാനിൽ പ്രത്യേകിച്ചൊരു
ചാർട്ട് വരാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ലെറ്റ്സ് സീ എന്താ നടക്കുന്നത്. സി സെലക്ട് ഡേറ്റ കനാറ്റ് ബി ചാർട്ടഡ്, പ്ലീസ് സെലക്ട് എന്ന് പറയും. നാം എന്തെങ്കിലും കീ മെട്രിക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പ്രൊജക്ട് ഷീറ്റിൽ നിന്നോ ടാസ്ക് ഷീറ്റിൽ നിന്നോ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പുൾ ചെയ്ത് കാണിക്കാൻ പറ്റും. നമ്മൾ ഈ വിഡ്ജറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡേറ്റ ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. പ്രോപ്പർ ഡേറ്റ ഇല്ലെങ്കിൽ ഇത് കാണിക്കാൻ പറ്റില്ല ഈ ഡാഷ്ബോർഡ് പ്രോപ്പർലി. ഓക്കെ, ഇതാണൊരു ഡാഷ്ബോർഡ് സെറ്റപ്പ്. ഇതാണ് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇത്. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് ഈ വിഡ്ജറ്റുകൾ കറക്റ്റായിട്ട് പ്രോപ്പർ ചെയ്താൽ നമുക്ക് വളരെ നന്നായിട്ട് അത് കാണാൻ പറ്റും. അത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പിന്നീടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടെസ്റ്റ് ടാസ്ക് ഷീറ്റിൽ പോയാൽ തന്നെ മൾട്ടിപ്പിൾ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 2 ഐറ്റം ആഡ് ചെയ്ത്, ഇതിപ്പോൾ ഗ്രിഡ് വ്യൂ ആണ്, അതായത് ഒരു സ്പ്രെഡ്ഷീറ്റ് വ്യൂ ആണ്. ഇതിനെ എനിക്ക് കാർഡ് വ്യൂവിലാക്കണം. സി നോട്ട് സ്റ്റാർട്ടഡ്, ഇൻ പ്രോഗ്രസ് ആൻഡ് കംപ്ലീറ്റ് എന്നുള്ളത് അവിടുത്തെ സ്റ്റാറ്റസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും ചെയ്യാം. ഇപ്പോൾ ഞാനാണെങ്കിൽ ടാസ്ക് 1 നോട്ട് സ്റ്റാർട്ടഡ് ഒക്കെ ആക്കി, അങ്ങനെ ആക്കിയിട്ട് ഞാൻ ഗ്രിഡ് വ്യൂവിൽ തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടഡ് ഇവിടെ വരും. ഓക്കെ, അതേപോലെ കലണ്ടർ വ്യൂ, ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനാൽ കലണ്ടർ വ്യൂ നമുക്ക് കാണാൻ പറ്റും. സി ഫ്രൈഡേ ആണെങ്കിൽ ടാസ്ക് 2 കാണുന്നു. സോ അങ്ങനെ മൾട്ടിപ്പിൾ വ്യൂസും അവൈലബിൾ ആണ് ഇതിനകത്ത്. ഗാൻ ചാർട്ട് വ്യൂ ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ഡിപ്പെൻഡൻസീസ് ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷേ മറ്റ് ഷീറ്റുകളിൽ ഗാൻ ചാർട്ട് വ്യൂ അവൈലബിൾ ആണ്. മറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കോ ഇതൊരു ഗാൻ വ്യൂവിലാണ് കിടക്കുന്നത്. ഗാൻ ചാർട്ട് വ്യൂ ഇവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡേറ്റ അസൈൻ ചെയ്തതുകൊണ്ട്, ലിങ്ക് ഒക്കെ അസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് സോ ഡേറ്റ ഇവിടെ കാണാൻ പറ്റും, ഗാൻ വ്യൂവിൽ കാണാൻ പറ്റും. സോ ഇതിൽ നമുക്ക് കലണ്ടർ വ്യൂസ് കാണാം. കലണ്ടർ വ്യൂസിൽ ഏതൊക്കെ ഡേയ്സിലാണ് പ്രോജക്റ്റുകൾ വരുന്നത് അത് കാണാൻ പറ്റും. ഇവിടെ കാർഡ് വ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് നോക്കും. നമ്മൾ കളർ കോഡൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് അങ്ങനെ വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കഷൻ ടൈമിൽ മോസ്റ്റ്ലി കാർഡ് വ്യൂ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആകും കാർഡ് വ്യൂ. അല്ലാത്ത സമയത്ത് അതുപോലെ പെട്ടെന്നൊരു ഓവർ വ്യൂ കാണാൻ ദിസ് ഇസ് ഫൈൻ. അല്ലാത്ത സമയത്ത് ഗ്രിഡ് വ്യൂ മാത്രമാണ്. അപ്പോൾ ഇത് എക്സൽ ഷീറ്റിന് ഇത് ചെയ്യാൻ പറ്റില്ല. എക്സൽ ഷീറ്റിൽ ഈ ഡേറ്റ ഉണ്ടാക്കി ഇതേപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതിനുശേഷം ഇത്രയോളം കാര്യങ്ങൾ, റിപ്പോർട്ട് ജനറേഷൻ, പിന്നെ പല രീതിയിലുള്ള വ്യൂസ്, പല രീതിയിലുള്ള വ്യൂവിൽ കാണാൻ പറ്റുന്ന സെറ്റപ്പ്, കാർഡ് വ്യൂ, കലണ്ടർ വ്യൂ, അങ്ങനെയുള്ള വ്യൂസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളത്, ഗാൻ ചാർട്ട് വ്യൂ, അങ്ങനെയൊക്കെയുള്ളത് കാണാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഈവൻ ഈ ഗാൻ ചാർട്ട് വ്യൂ തന്നെ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇവിടെ ഡേറ്റ നമ്മൾ കൊടുത്താൽ മതി. ബാക്കി പിന്നീട് എക്സൽ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ജനറേഷനും ഡാഷ്ബോർഡ് ജനറേഷനും ഒരിക്കൽ സെറ്റ് ചെയ്തിട്ടാൽ ഓട്ടോമാറ്റിക്കലി വരും ഇത്. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ദിസ് ഈസ് അബൌട്ട് ദ സ്മാർട്ട് ഷീറ്റ്. നിങ്ങൾ ക്ലിക്കപ്പ് ട്യൂട്ടോറിയൽസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാം. വിച്ച് എവർ ഫീൽസ് ഗുഡ് ഫോർ യു നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇവിടെ ഞാനാണെങ്കിൽ കുറച്ച് നല്ലൊരു ഡേറ്റ പോപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു നല്ല ഡാഷ്ബോർഡും ഗാൻ ചാർട്ട് എക്സാമ്പിളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഭാവിയിൽ ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.